കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്ക് ഇന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചേർന്ന് വായിക്കാം. 2026 നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ദൈവത്തിന് ഓരോ വർഷത്തെക്കുറിച്ചും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഓരോ കാലഘട്ടത്തെയും കർത്താവ് കാണുന്നു, മനസ്സിലാക്കുന്നു. നമ്മുടെ ജീവിതത്തെ കർത്താവ് അതിനനുസരിച്ച് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് ആ വചനം ചേർന്ന് വായിക്കാം. അവകാശി സർവ്വത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. അതായത് ധനികമായ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് ആ ഗൃഹത്തിന് അവകാശിയാണ്, അല്ലെങ്കിൽ ആ സമ്പത്തിനൊക്കെ അവകാശിയാണ് എങ്കിൽ കൂടി ഒരു സമയം വരെ, ശിശുവായിരിക്കുന്ന സമയം വരെ, അല്ലെങ്കിൽ ശിശുവായിരിക്കുന്ന സമയം മുഴുവനും അത് ആ കുഞ്ഞ് ഒരു ദാസനേക്കാളും ഒട്ടും ശ്രേഷ്ഠതയുള്ളവനായിട്ടല്ല ആ ഭവനത്തിൽ പെരുമാറുന്നത്. അതായത് ആ ശിശു എപ്പോഴാണ് വളർന്ന് പ്രായപൂർത്തിയായി ഭവനത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുവാനുള്ളൊരു പൂർത്തീകരണത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ആ പ്രായപൂർത്തിയിലേക്ക് വരുന്നത്, ആ സമയത്താണ് അവന് അതിൻ്റെ എല്ലാ അവകാശവും ലഭിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ആ സമയം വരെയും ആ കുഞ്ഞ് തൻ്റെ പരിപാലകന്മാരുടെ അല്ലെങ്കിൽ തൻ്റെ വീട്ടിലുള്ള ജോലിക്കാരുടെ പോലും നിർദ്ദേശങ്ങളനുസരിച്ചായിട്ടാണ് മുമ്പോട്ട് പോകേണ്ടത്. അപ്പോൾ ഒരു സമയം വരും, ആ കുട്ടി ഒരു യുവാവായി തീർന്നതിന് ശേഷം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി സ്വന്തമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നതായ ഒരു സമയം വരും. ആ സമയം വരെ വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരന്മാർക്കും കീഴ്പ്പെട്ടവൻ അത്രേ എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഒരു ഭവനത്തിൽ ആ രീതിയിലുള്ളതായ പരിചാരകന്മാരുണ്ട്, ഗൃഹവിചാരന്മാരുണ്ട് എങ്കിൽ പിതാവ് നിശ്ചയിക്കുന്ന ഒരു സമയത്തോളം ഈ ഗൃഹവിചാരകന്മാരുടെ അല്ലെങ്കിൽ പരിപാലകന്മാരുടെ എല്ലാം ഒരു നിയന്ത്രണത്തിലും പരിപാലനത്തിലുമായിരിക്കണം ഈ കുഞ്ഞ് കടന്നു പോകുന്നത്. പക്ഷേ അതിന് പിതാവ് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം നിശ്ചയിക്കുമ്പോൾ പിന്നെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തി ആ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകേണ്ടതായ ഒരു ഉത്തരവാദിത്വം ആ മകന് ലഭിക്കുകയാണ്. അപ്പോൾ ഒരു സമയം പിതാവ് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് ഇവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ അത് ഒരു ഉദാഹരണം പോലെ വേദപുസ്തകം നമ്മുടെ മുമ്പിലേക്ക് പറയുകയാണ്. അത്തരത്തിൽ ഒരു കാലഘട്ടം വരുന്നത് കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട്. തൻ്റെ ചുമതലകൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ ചുമതലകൾ പങ്കിടുന്നതായ ഒരു കാലഘട്ടം അത് പിതാവ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാലഘട്ടം ഏതാണെന്ന് പിതാവിനെ അറിയാം. അപ്പോൾ ഇവിടെ അടുത്ത വാക്യം പറയുകയാണ്: അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. അപ്പം ഇവിടെ പറയുന്ന ഒരു ഭാഗം, ലോകം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത്, ലോകത്തിൽ മാനവരാശി ഇതുപോലെ തന്നെ പല ഘട്ടങ്ങളിലൂടെ, വളർച്ചയുടെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു സമയം ദൈവം നിശ്ചയിച്ചു. ആ സമയം നിശ്ചയിച്ച സമയത്ത്, അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് കാലസമ്പൂർണത വന്നപ്പോൾ, ദ ഫുൾനെസ് ഓഫ് ടൈം. എങ്ങനെയാണ് ആദ്യത്തെ ഉദാഹരണത്തിൽ ഒരു പിതാവ്, ഒരു പുത്രൻ തൻ്റെ സമ്പത്തിനെല്ലാം അധിപതിയായി അത് നോക്കി നടത്തുമെന്ന്, ഉത്തരവാദിത്തപ്പെട്ട് കാര്യങ്ങൾ നോക്കി നടത്തുമെന്ന് നിശ്ചയിച്ചത് അല്ലെങ്കിൽ തീരുമാനിച്ചത്, ആ സമയം വന്നപ്പോൾ അത് അവന് അധികാരം പങ്കിടുന്ന, അല്ലെങ്കിൽ ഉത്തരവാദിത്തം പങ്കിടുന്ന, അവകാശം പങ്കിടുന്നതായ ഒരു സമയം വന്നു. ആ പിതാവിന് പിതാവ് ഒരു സമയം നിശ്ചയിച്ച് അത് ആ അധികാരത്തിൻ്റെ അല്ലെങ്കിൽ അവകാശത്തിൻ്റെ ഷെയറിങ് അല്ലെങ്കിൽ കൈമാറ്റം അവിടെ നടന്നതുപോലെ ഇവിടെ കർത്താവ് പറയുകയാണ്, മാനവരാശി മുമ്പോട്ട് കടന്നു പോയിക്കൊണ്ടിരുന്നതായ ഈ ടൈമിൽ ഒരു സമയം ദൈവം നിശ്ചയിച്ചിരുന്നു. ആ സമയത്തെക്കുറിച്ചാണ് ഇവിടെ വേദപുസ്തകം പറയുന്നത്. കാലസമ്പൂർണത, ദ ഫുൾനെസ് ഓഫ് ടൈം എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു. ഫുൾനെസ് ഓഫ് ടൈം, കാലസമ്പൂർണത വന്നപ്പോഴാണ്
യേശുക്രിസ്തു ദൈവവചനമായിരിക്കെ യേശുക്രിസ്തു ദൈവവചനം ജഡം ധരിച്ച് വചനം മാംസമായി തീർന്ന, വചനം ജഡമായി തീർന്ന സ്ത്രീയിലൂടെ ഒരു സന്തതിയായി പുറത്തു വന്നത്. അപ്പോൾ ദൈവവചനം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഭൂമിയിൽ രക്ഷാകരമായിട്ടുള്ള പ്രവൃത്തി നടത്തി ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ദാസന്മാരായിട്ടുണ്ടായിരുന്നതായ ദൈവജനത്തെ പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട്, ഇവിടെ ആദ്യം കേട്ടതുപോലെ ഒരു ദാസ്യത്തിൻ്റെ ആത്മാവിൽ പഴയ നിയമപ്രകാരം ദൈവജനം നടന്നുവെങ്കിൽ അത് പുത്രത്വം പ്രാപിക്കുവാനായിട്ടൊരു സമയം വരെയും ദൈവം നിശ്ചയിച്ചിരുന്നു. ആ കാലസമ്പൂർണത വന്നപ്പോൾ ആ ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല കർത്താവ് അവിടെ കൊടുക്കുന്നത്. പുത്രനായ യേശുക്രിസ്തു ഭൂമിയിൽ കടന്നു വന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനാൽ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ്, ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സമയം ദൈവം മാനവരാശിക്കും നിശ്ചയിച്ച് നൽകിയിരുന്നു, ഒരു കാലസമ്പൂർണത നിശ്ചയിച്ച് നൽകിയിരുന്നു. ആ കാലസമ്പൂർണത വന്നപ്പോൾ ഇനി ദാസ്യത്തിൽ നിന്ന് അത് പുത്രത്വത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം ഒരവസരം അവിടെ മാനവരാശിക്ക് നൽകുകയാണ്. അപ്പോൾ ഒരു കാലസമ്പൂർണത അല്ലെങ്കിൽ ഫുൾനെസ് ഓഫ് ടൈം എന്നുള്ളത് എല്ലാ മേഖലകളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതൊരു മനുഷ്യൻ്റെ ജീവിതവുമായി സംബന്ധിച്ചിടത്തോളമാണെങ്കിലും ദൈവം ചില കാര്യങ്ങൾ നിശ്ചയിച്ചുവെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആ ഫുൾനെസ് ഓഫ് ടൈം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം, അതിനുവേണ്ടി കാത്തിരിക്കുന്നതായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ആ ഫുൾനെസ് ഓഫ് ടൈം വെളിപ്പെട്ട് കിട്ടുവാനായിട്ട് നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ, ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന രീതിയിൽ, ദൈവം നമ്മളോട് അരുളി ചെയ്ത രീതിയിൽ, ദൈവം നമ്മളോട് വാക്ക് പറഞ്ഞ രീതിയിൽ, അനേകരിലൂടെ ദൈവം സംസാരിച്ച രീതിയിലൊക്കെ അതിൻ്റെ ഫുൾനെസ് കാണുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഫുൾനെസ് കാണാൻ ദൈവം ആ ഫുൾനെസ്സിലേക്ക് ഒരു സമയം വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഫുൾനെസ് ഓഫ് ടൈം കർത്താവ് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഫുൾനെസ് ഓഫ് ടൈമിൽ അത് നടക്കും. കാലസമ്പൂർണതയിൽ പുത്രൻ വെളിപ്പെട്ടതുപോലെ, ഭൂമിയിൽ കാലസമ്പൂർണതയിൽ പുത്രൻ വെളിപ്പെട്ടതുപോലെ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളും നമ്മളെക്കുറിച്ചുള്ളതായ കാലസമ്പൂർണതയിൽ, നമ്മളെക്കുറിച്ചുള്ളതായ ഫുൾനെസ് ഓഫ് ടൈമിൽ ദൈവം വെളിപ്പെടുത്തി തരും. അത് ഒരിക്കലും വരാതിരിക്കുകയില്ല. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ആ ദർശനത്തിനൊരവധി വച്ചിരിക്കുന്നു, അത് അതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. അത് നാം പലപ്പോഴും നമ്മളെക്കുറിച്ചുള്ള ദൈവവചനത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടിയിട്ട് നാം നമ്മെ തന്നെ ബന്ധപ്പെടുത്താറുണ്ട്. എങ്കിൽ ദൈവവചനം ഇവിടെ പറയുന്നത്, ദൈവം അങ്ങനെ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ളതായ ചില ദർശനങ്ങൾക്ക്, ചില പ്രവചനങ്ങൾക്ക്, അത് ആ പ്രവചനം അല്ലെങ്കിൽ ആ ദർശനമാണ് അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നത്. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നതായ വാഗ്ദത്തങ്ങളാണ് യഥാർത്ഥത്തിൽ അത് പൂർത്തീകരിക്കുവാനായിട്ട് നമ്മെ പിടിക്കുവാനായിട്ട് ഓടി നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നാം ഓടി നടക്കുകയല്ല. ഇവിടെ വചനം പറയുന്നത് അത് സമാപ്തിയിലേക്ക്, ദൈവം പറഞ്ഞിരിക്കുന്ന, ദൈവം നിശ്ചയിച്ചിട്ടുള്ളതായ ആ ഫുൾനെസ് ഓഫ് ടൈമിൽ അത് എങ്ങനെയെങ്കിലും അത് പ്രാവർത്തികമാക്കുവാനായിട്ട് അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെക്കുറിച്ചുള്ളതായ പ്രവചനങ്ങൾ, നമ്മളെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ പദ്ധതികൾ, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ, ഇതെല്ലാം കാലത്തിൻ്റെ സമയത്തിന് വേണ്ടി, ആ സമയം പൂർത്തീകരിക്കപ്പെടുവാനായി, ഫുൾനെസ് ഓഫ് ടൈമിലേക്ക് വേണ്ടി, കാലസമ്പൂർണതയിലേക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒന്നാണ്. തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിൽ നടക്കും. അതിനുവേണ്ടി കാത്തിരിക്കുന്നവരും, ക്ഷമയോടെ കാത്തിരിക്കുന്നവരും, നല്ല ഫലം കൊടുക്കുന്നവരുമായി തീരുവാനായിട്ട് നമുക്ക് ഈ വർഷത്തിൽ ഒരുങ്ങുവാൻ, 2026 ജനുവരിയിൽ ഈ സന്ദേശം നൽകുമ്പോൾ 2026 ഒരു കാലസമ്പൂർണതയുടെ, ഫുൾനെസ് ഓഫ് ടൈമിൻ്റെ, നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ചിരിക്കുന്നതായ, ദൈവം വെച്ചിട്ടുള്ള പദ്ധതികളുടെ ഒരു പൂർത്തീകരണം, അതിൻ്റെ ആ പദ്ധതികളെല്ലാം തുടങ്ങുന്ന, ആ പദ്ധതികളുടെ എല്ലാം ഉയർച്ചയിലേക്ക് പ്രവേശിക്കുന്ന ഒരു വർഷമായി 2026 തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം അങ്ങനെ ആക്കി തീർക്കട്ടെ. എന്തെന്നാൽ വേദപുസ്തകം അങ്ങനെയാണ് പറയുന്നത്, ഒരു ഫുൾനെസ് ഓഫ് ടൈം, ഒരു സമ്പൂർണത. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ
കർത്താവ് പറയുകയാണ്, നിങ്ങൾ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്. നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ടും കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നതിനെ കേൾപ്പാൻ ഇച്ഛിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് കർത്താവ് പറയുകയാണ്, ഈ ഫുൾനെസ് ഓഫ് ടൈമിൽ അല്ലെങ്കിൽ ദൈവം നിശ്ചയിച്ചു വെച്ചിട്ടുള്ളതായ ഈ സമയത്ത് മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് കടന്നു വരും, അവൻ രക്ഷാകരമായ പദ്ധതി മനുഷ്യർക്ക് വേണ്ടി ഒരുക്കും എന്നുള്ളതായ പ്രവചനങ്ങൾ അനേക പ്രവാചകന്മാർക്ക് അറിയാമായിരുന്നു, അനേക രാജാക്കന്മാർക്ക് അറിയാമായിരുന്നു. ദാവീദ് പ്രവചിച്ചിട്ടുണ്ട് മിശിഹായുടെ വരവിനെക്കുറിച്ച്, അനേക പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ട് മിശിഹായുടെ വരവിനെക്കുറിച്ച്. അപ്പോൾ രാജാക്കന്മാർക്ക് അറിയാം, പ്രവാചകന്മാർക്ക് അറിയാം ഇങ്ങനെ ഒരു മിശിഹ ഭൂമിയിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു മിശിഹയെ കാണുവാനായി, ആ മിശിഹായുടെ വരവ് കാണാനായിട്ട്, ആ മിശിഹയെ കാണുവാനായിട്ട് അനേക രാജാക്കന്മാരും പ്രവാചകന്മാരെല്ലാം കാത്തിരുന്നു. അവർക്ക് കാണുവാനായിട്ട് സാധിച്ചില്ല. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്, അവിടെ ആദാമിനോടും ഹവ്വയോടുമുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് ഇത്തരത്തിൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു മിശിഹ കടന്നു വരും, ഒരു രക്ഷകൻ കടന്നു വരുമെന്നുള്ളതായ വാഗ്ദത്തം ആദ്യ തലമുറ മുതൽ കൈമാറ്റം ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ തലമുറ മുതൽ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എവിടെയാണ് ഇത് സംഭവിക്കുന്നത്? ഓരോ തലമുറ കഴിയുമ്പോഴും ദൈവം അതിൻ്റെ പ്രത്യാശ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. പ്രവാചകന്മാരിലൂടെ കന്യക ഗർഭിണിയാകുമെന്നും മകനെ പ്രസവിക്കുമെന്നും പ്രവാചകന്മാരിലൂടെ പറഞ്ഞു. അങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഓരോ പ്രവാചകന്മാരും മിശിഹായുടെ വരവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, രാജാക്കന്മാർ അതിനെ കാത്തുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഏറിയ പ്രവാചകന്മാർ ഇത് കാത്തുകൊണ്ടിരുന്നു, പക്ഷെ അത് സംഭവിച്ചില്ല. ഏറെ രാജാക്കന്മാർ കാത്തുകൊണ്ടിരുന്നു, അത് സംഭവിച്ചില്ല. പക്ഷെ നിങ്ങൾക്ക് അത് കാണുവാനുള്ള ഭാഗ്യമുണ്ടായി. അത് ഫുൾനെസ് ഓഫ് ടൈം, മാനവരാശിയുടെ കർത്താവ് നിശ്ചയിച്ചിട്ടുള്ള, പിതാവായ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതായ ഫുൾനെസ് ഓഫ് ടൈം അപ്പോഴാണ് വന്നത്. ആ സമയത്താണ് കർത്താവ് ഭൂമിയിൽ ദൈവവചനം മനുഷ്യനായി, അവിടെ ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? അവൻ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ചു, ദാസരൂപമെടുത്ത് ഭൂമിയിലേക്ക് കടന്നു വന്നു. അപ്പോൾ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദൈവവചനം ദാസനായി മനുഷ്യരൂപമെടുത്ത് ഭൂമിയിലേക്ക് കടന്നു വന്നു. ആ കടന്നു വരുന്നതിന് ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനേകരത് കാത്തുകൊണ്ടിരുന്നു, കണ്ടില്ല. പക്ഷെ ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്, 23-ാമത്തെ വാക്യം അതാണ്. ഈ ശിഷ്യന്മാരോട് തിരിഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, അനേകർ കാത്തിരുന്നതായ ഈ ഒരു ഭാഗ്യമാണ് നിങ്ങൾ കാണുന്നത്. അനേകർ കാത്തിരുന്നു കൊണ്ടിരുന്നതായ ഒരു സംഭവമാണ് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളതാണ്, നിങ്ങളുടെ ചെവികൾ ഭാഗ്യമുള്ളതാണ്. അനേകർ ഇത് കാണുവാനും അനേകർ ഇത് കേൾക്കുവാനും കൊതിച്ചിരുന്നു. പക്ഷേ ഫുൾനെസ് ഓഫ് ടൈം, ദൈവത്തിൻ്റെ സമയം ഇപ്പോഴാണ് കടന്നു വന്നിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് മാനവരാശിയോട് ഒരു രക്ഷകൻ കടന്നു വരുമെന്നുള്ളത്. സ്ത്രീയുടെ സന്തതിയായി ജനിക്കുന്ന ഒരു രക്ഷകൻ കടന്നു വരുമെന്നും അത് മാനവരാശിയെ വീണ്ടും പിതാവായ ദൈവത്തിൻ്റെ പുത്രത്വത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതും, അവൻ നമ്മുടെ പാപങ്ങളെയും ശാപങ്ങളെയും രോഗങ്ങളെയും മാറ്റിക്കളയുമെന്നുള്ളതും, ശാശ്വതമായ സമാധാനം മനുഷ്യനും ദൈവത്തിനുമിടയിൽ കൊണ്ടുവരുമെന്നുള്ളതും, മനുഷ്യരെ ദൈവപുത്രന്മാരാക്കി ആ പദവിയിലേക്ക് ഉയർത്തുമെന്നുള്ളതൊക്കെ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ആ ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ അത് അരുളി ചെയ്തുകൊണ്ടേയിരുന്നു കാലങ്ങളായി. പക്ഷെ ഒരു സമയം ദൈവം വെച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിൻ്റെ വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെടുവാനായിട്ട് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തം അത് പൂർത്തീകരിക്കുവാനായി ആ വാഗ്ദത്തം തന്നെ അതിനു വേണ്ടിയിട്ട് ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ, തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞിട്ടുള്ളതെല്ലാം, എല്ലാ വാഗ്ദാനങ്ങളും ദൈവം പൂർത്തീകരിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വെച്ചിട്ടുള്ളതായ എല്ലാ നന്മകളും ദൈവം നമുക്ക് പൂർത്തീകരിച്ചു തരുവാൻ ഇടയായിത്തീരും. അത് നമ്മൾ വിശ്വാസത്തോടു കൂടി പ്രത്യാശയോടുകൂടി കാത്തിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം നടത്തി തരുവാൻ വിശ്വസ്തരും നീതിമാനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം അങ്ങനെയാണ് പറയുന്നത്. ദൈവം ഇതിനെല്ലാം നടത്തി തരുവാൻ ദൈവം വിശ്വസ്തനും നീതിമാനുമായ ദൈവമാകുന്നു. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 12-ാമത്തെ അധ്യായം വായിക്കുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ മേഖലകളെക്കുറിച്ച്, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രഹാമിനെ കുറിച്ച്
നമ്മൾ പഠിച്ചു വരുന്നത്. അവിടെ 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവ അബ്രാമിനോട് അരുളിച്ചത് എന്നാൽ നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അപ്പോൾ അബ്രഹാമിനോട്, അല്ലെങ്കിൽ ആ സമയത്ത് അബ്രാം എന്നാണ് പേര്, അബ്രാമിനോട് ദൈവം പറയുകയാണ്, നീ ഇപ്പോൾ താമസിക്കുന്നതായ നിന്റെ ഭവനവും നിന്റെ പിതൃദേശവും ആളുകളെയൊക്കെ വിട്ട് അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ നിനക്കൊരു ദേശം കാണിച്ചു തരാം, ആ ദേശത്തേക്ക് നീ പോകുക. അപ്പം ആ ദേശത്തേക്ക് നീ പോകുക. എന്നിട്ട് അബ്രഹാമിനോട് പറയുന്ന ഒരു കാര്യം, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അപ്പം നീ ഒരു മനുഷ്യനായിട്ട് നീ ഇവിടെ ജീവിക്കുകയാണ്, നിനക്ക് മക്കളില്ലാതെ നീ ജീവിക്കുന്നു. ഏകദേശം 75 വയസ്സുള്ളപ്പോഴാണ് ദൈവം അബ്രഹാമിനോട് ഇടപെടുന്നത്. ആ സമയത്ത് അബ്രഹാമിന് മക്കളില്ല. അപ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുന്നത്, ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കുമെന്ന്. ഇവിടെ നമ്മളൊരു ജാതി എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ ഒരു നേഷൻ, ഒരു വലിയ ഒരു വലിയ രാജ്യം, ഒരു പെരുപ്പമുള്ള ഒന്നാക്കി തീർക്കുമെന്നുള്ളതാണ്, ഒരു വലിയ നേഷനാക്കി തീർക്കുമെന്നുള്ളതാണ് അബ്രഹാമിനോട് ദൈവത്തിൻ്റെ വാഗ്ദത്തം കിടക്കുന്നത്, വലിയൊരു നേഷൻ. അപ്പോൾ അബ്രഹാമിനോടുള്ള വാഗ്ദത്തം 75 വയസ്സായപ്പോൾ അതാണ്, അബ്രഹാമെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു വലിയ ജാതിയായി തീരും, നീ ഒരു വലിയ അനുഗ്രഹമായിരിക്കും. തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് പിന്നീട് കാണാം, ദൈവം പിന്നെയും ആ വാഗ്ദത്തങ്ങൾ ഉറപ്പിക്കുന്നുണ്ട്. നിന്നിൽ നിന്ന് രാജാക്കന്മാർ പുറപ്പെടും, നിന്നിൽ നിന്ന് പ്രവാചകന്മാരുണ്ടാകും എന്നൊക്കെ ദൈവം അബ്രഹാമിനോട് വീണ്ടും വാഗ്ദത്തം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വാഗ്ദത്തം ലഭിച്ചതായ അബ്രഹാം തൻ്റെ ജീവിതത്തിൽ അന്ന് മുതൽ ദൈവത്തോടൊപ്പം ദൈവം പറഞ്ഞതനുസരിച്ചുള്ളതായ ഒരു യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ യാത്രയുണ്ടായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, എബ്രഹാമിനോട് തൻ്റെ ചാർച്ചക്കാരെ എല്ലാം വിട്ട്, പിതൃഭവനത്തെ എല്ലാം വിട്ട് പുറപ്പെട്ട് കാണിപ്പാനിരിക്കുന്ന ഒരു ദേശത്തേക്ക് പോവുക എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞത്. എങ്കിലും അബ്രഹാമിൻ്റെ കൂടെ അബ്രഹാമിൻ്റെ പിതാവും അബ്രഹാമിൻ്റെ സഹോദരപുത്രനും ഒക്കെ അബ്രഹാമിൻ്റെ കൂടെ ഉണ്ടായി. എന്നാൽ ഈ പോകുന്ന വഴിയിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം വാഗ്ദത്ത നിവൃത്തിക്ക് മുമ്പ് ദൈവം ഉദ്ദേശിക്കുന്ന സമയം ആയപ്പോഴത്തേനും നമുക്കറിയാം, അബ്രഹാമിൻ്റെ പിതാവ് അബ്രഹാമിൽ നിന്നും മാറ്റപ്പെട്ടു. അതുപോലെ തന്നെ ലോത്തും അബ്രഹാമും രണ്ടായിട്ട് പിരിഞ്ഞു. അപ്പോൾ എങ്ങനെയാണോ ദൈവം വാഗ്ദാനം ചെയ്തത് അതുപോലെ ആ കാര്യങ്ങൾ മുമ്പോട്ട് കടന്നുപോയി. എങ്കിലും കുറേ ഈ വാഗ്ദത്തം പിതാവ് നഷ്ടപ്പെട്ടു, ലോത്ത് പിരിഞ്ഞു പോയി, ആ സമയത്തൊന്നും വാഗ്ദത്തം സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിനുവേണ്ടി അബ്രഹാം കാത്തുകൊണ്ടിരുന്നു. 10-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ദേശത്ത് ക്ഷാമം ഉണ്ടായി, ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നുകൊണ്ട് അബ്രഹാം വിശ്രമിച്ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വളരെയധികം കഷ്ടതയിലൂടെയും പ്രയാസത്തിലൂടെയൊക്കെ ഒരു സമയത്ത് അബ്രഹാം കടന്നു പോവുകയുണ്ടായി. അപ്പോൾ ആ സമയത്തും വാഗ്ദത്ത നിവൃത്തി വന്നിട്ടില്ല. ദൈവം എപ്പോഴാണോ ഒരു കാലസമ്പൂർണത എബ്രഹാമിൻ്റെ കാര്യത്തിൽ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്, ആ സമയം അതുവരെയും വന്നിട്ടുണ്ടായിരുന്നില്ല. എബ്രഹാമിനോട് ദൈവം ഇങ്ങനെ വാഗ്ദത്തം എബ്രഹാം വിശ്വസിച്ചുകൊണ്ടേയിരുന്നു. എബ്രഹാം യാത്ര മുമ്പോട്ട് കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ഇങ്ങനെ 13-ാമത്തെ അധ്യായം അതിന് 15-ാമത്തെ വാക്യം ഇങ്ങനെയാണ് കാണുന്നത്: നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും, ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും, ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാം. അപ്പോൾ അബ്രഹാമിൽ ലോത്തുമായിട്ട് പിരിയുന്ന സമയത്ത് ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ സന്തതി ഇതുപോലെയാക്കും, മണ്ണിലെ പൊടി പോലെയാക്കും. അപ്പോൾ പൊടിയെ എണ്ണാൻ പറ്റുമെങ്കിൽ നീ എണ്ണിക്കോ, അതുപോലെ ആയിരിക്കും നിന്റെ സന്തതിയും. അപ്പോൾ അതുവരെയും വാഗ്ദത്തം നിവർത്തീകരിച്ചിട്ടില്ല. പക്ഷെ ദൈവം അബ്രഹാമിനോട് അന്ന് പറഞ്ഞ വാഗ്ദത്തം പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അതിനൊരു സമയം ദൈവം വെച്ചിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം പറഞ്ഞത് പിന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അബ്രഹാം യാത്ര തുടർന്ന് പോയിക്കൊണ്ടേയിരുന്നു. ദൈവം പറഞ്ഞ രീതിയിൽ ദൈവത്തിൻ്റെ വഴികളിലൂടെ അബ്രഹാം സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ആ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെയും ദൈവം അബ്രഹാമിൻ്റെ പുറകെ നടന്ന് വാഗ്ദത്തം
ഏറ്റുപറയിപ്പിച്ചുകൊണ്ടേയിരുന്നു, അല്ലെങ്കിൽ ദൈവം പിന്നെയും പിന്നെയും വാഗ്ദത്തം പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സമയം അബ്രഹാമെ നിന്റെ ജീവിതത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്, ആ സമയത്താണ് ആ സംഭവം കടന്നു വരിക. ഫുൾനെസ് ഓഫ് ടൈം നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ചിട്ടുള്ളതായ സമയം കടന്നു വരുവാനായിട്ടാണ് ദൈവം വീണ്ടും വീണ്ടും വാഗ്ദത്തം തന്ന് ഉറപ്പിച്ച് നിർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ പിന്നെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന ഭാഗം, എബ്രഹാം പിന്നെയും യാത്ര ചെയ്തു, പിന്നെയും ഒന്നും കാണുന്നില്ല. അവസാനം എബ്രഹാം ക്ഷീണിക്കുന്നു. എബ്രഹാമിന് ദൈവം ഒരു ദിവസം, എബ്രഹാമിന് 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അതിനുശേഷം എബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, എബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അബ്രഹാം അതിന്, കർത്താവായ യഹോവയെ നീ എനിക്ക് എന്ത് തരും, ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നില്ല. അപ്പൊ എബ്രഹാമിനോട് ദൈവം പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും ദർശനം നൽകുമ്പോൾ അവിടെ പറയുന്ന കാര്യം, എബ്രഹാമെ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് ദൈവം പറയുമ്പോൾ എബ്രഹാം ചോദിക്കുന്നത്, ഞാൻ ഇതുവരെയും മക്കളില്ലാത്തവനായി നീ പറഞ്ഞ രീതിയിൽ ഇറങ്ങി പുറപ്പെട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു, നീ വാഗ്ദത്തങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെയും ഇതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് ദൈവത്തോട് ഒരു ആവലാതി പറയുമ്പോൾ അവിടെ കാണുന്നത് എന്താണെന്നറിയാവോ? അപ്പോൾ 5-ാമത്തെ വാക്യം, പിന്നെ അവനെ പുറത്തു കൊണ്ടുചെന്ന് നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. ചില കാര്യങ്ങൾ ദൈവത്തോട്, കർത്താവേ ഇതെങ്ങനെയായി തീരുമെന്ന ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ചോദിക്കുമ്പോൾ ചില കാര്യങ്ങൾ ദൈവം നമ്മുടെ മുമ്പാകെ വെളിപ്പെടുത്തി തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഒന്നിച്ച് ചേർന്ന് ഇരിക്കുമ്പോൾ, ദൈവിക ബന്ധത്തിൽ നമ്മൾ ഒന്നിച്ചു ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ സങ്കടങ്ങളെയും നമ്മുടെ പ്രയാസങ്ങളെയും നമ്മുടെ വാഗ്ദത്തങ്ങളെയും കുറിച്ച് ദൈവത്തോട് ചോദിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവം കൈ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന എബ്രഹാമിനെ പോലെ ദൈവം എബ്രഹാമിന്റെ കൈ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട്, രാത്രി കാലത്ത് എബ്രഹാമിന്റെ കൈ പിടിച്ച് ദൈവം എബ്രഹാമിനെ പുറത്തേക്ക് കൊണ്ടുവന്ന്, ആകാശത്തേക്ക് നീ നോക്കുക, ഈ നക്ഷത്രങ്ങളിലേക്ക് നോക്കുക, ഈ നക്ഷത്രങ്ങളെ എണ്ണുവാൻ നിനക്ക് കഴിയുമെങ്കിൽ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവികമായിട്ടുള്ള ബന്ധത്തിൽ നാം ചേർന്നിരുന്നു കൊണ്ട് ദൈവവുമായിട്ട് നമ്മുടെ ഹൃദയവിചാരങ്ങളെ പങ്കിടുവാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ, നമ്മളോട് സംസാരിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു ദൈവിക സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ നമുക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ദൈവികമായിട്ടുള്ളൊരു ബന്ധത്തിൽ ജീവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ദൈവത്തോടാ നേരിട്ട് അറിയിക്കുമ്പോൾ, വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്, ഒരു വലിയ സമാധാനം, അത് ബുദ്ധിയെ കഴിയുന്ന, സകല ബുദ്ധിയെയും കഴിയുന്ന ഒരു ദൈവിക സമാധാനം അനുഭവിക്കാൻ കഴിയും. ദൈവം നമ്മളോട് സംസാരിക്കും, ദൈവം നമ്മുടെ ആത്മാവിനോട് സംസാരിച്ചുകൊണ്ട് അതിനെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഇടയായിത്തീരും. ഇവിടെ വീണ്ടും ദൈവം പറയുകയാണ്, ഇല്ല, നീ വിചാരിക്കുന്നത് പോലെയല്ല, നക്ഷത്രങ്ങളെ പോലെ നിന്റെ സന്തതി ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങൾ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് പറഞ്ഞു. അപ്പം അബ്രഹാം വീണ്ടും വിശ്വാസത്തിൽ ഉറക്കുകയാണ്. ദൈവത്തിൻ്റെ സന്ദർശനം ഉണ്ടാകുമ്പോൾ, ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ദൂത് നമ്മൾ കേൾക്കുമ്പോൾ, ദൈവവചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആ വചനത്തിൽ നിന്ന് ദൈവം ഇടപെടുമ്പോൾ, നമ്മുടെ ആത്മാവിനോട് ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉറച്ചു നിൽക്കുവാനായിട്ട് കഴിയും. നമ്മൾ ഇന്ന് ചിലത് കാണുന്നുണ്ടാകാം, ആ കാണുന്നതൊക്കെ മായയാണ്. അതായത് ഈ കാണുന്നതൊന്നും ശാശ്വതമല്ല, ഇത് കടന്നു പോകും. ഇന്ന് നാം കാണുന്നുണ്ടെങ്കിലും നാളെ ആകുമ്പോൾ ഇന്നലത്തെ കാര്യങ്ങളെല്ലാം കടന്നുപോയ അവസ്ഥകളാണ്. 2026 ജനുവരിയിൽ ഈ സന്ദേശം റെക്കോർഡ് ചെയ്യുമ്പോൾ 2025 കാര്യങ്ങളെല്ലാം അത് കഴിഞ്ഞു പോയതാണ്. ഇനിയിപ്പോൾ 2026 കാര്യങ്ങളാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ള കാണുന്നതിനെ അല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്, ഇപ്പോൾ എന്തായിരിക്കുന്നു എന്നുള്ളതല്ല വിശ്വസിക്കേണ്ടത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് തരാൻ പോകുന്നതിനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മൾ ഇപ്പോൾ കാണുന്നതിനെയല്ല, നമ്മൾ കാണാത്തതും ദൈവം നമുക്ക് ദർശനത്തിൽ, ദൈവം നമുക്ക് തന്നിട്ടുള്ള വാഗ്ദത്തത്തിൻ്റെ കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പും നിശ്ചയവും ലഭിച്ചവരായിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. 2026 നാം ജീവിക്കുന്നത് 2025 കണ്ടതോ 2026 നമ്മുടെ മുമ്പിലുള്ളതിനെ കണ്ടുകൊണ്ടോ അല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം എന്താണ് നമ്മുടെ മുമ്പാകെ വെച്ചിട്ടുള്ള വാഗ്ദത്തം, അതിനെ കണ്ടുകൊണ്ടാണ്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ഉറപ്പുമുള്ളവരുമായിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
അപ്പോൾ എബ്രഹാമിൻ്റെ വിശ്വാസം ഇത്തരത്തിലായിരുന്നു. ഇവിടെ ഞാനത് ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ പറയുകയാണ് 18-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യമുണ്ട്. അവിടെ പറയുന്നു, ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറായ്ക്ക് ഒരു മകനുണ്ടാവും. അവിടെ കർത്താവ് വരുന്നതിന് 1 വർഷം തൊട്ട് മുമ്പ്, കർത്താവ് ആ വാഗ്ദത്തം ലഭിക്കുന്നതിന് 1 വർഷം, അല്ലെങ്കിൽ ആ വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെടുന്നതിന് 1 വർഷം മുമ്പ് കർത്താവിൻ്റെ ഒരു വിസിറ്റേഷൻ, ഒരു സന്ദർശനം ഉണ്ടായിട്ട് കർത്താവ് പറയുകയാണ്, അടുത്ത വർഷം അത് സംഭവിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവസന്നിധിയിൽ നമ്മൾ ചേർന്നിരുന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് മുമ്പോട്ട് കടന്നു പോകുമ്പോൾ, അബ്രഹാമിനെ പോലെ നമ്മൾ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ, അബ്രഹാം അനുഭവിച്ചതുപോലെ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം. നമ്മൾ വാഗ്ദത്തിൽ അത് ചിലപ്പോൾ ക്ഷീണിച്ചു പോയേക്കാം, നമ്മൾ പ്രയാസപ്പെട്ടു പോയേക്കാം. നമ്മളാണ് വിചാരിക്കുന്നത് സമയം കഴിഞ്ഞു പോയി എന്നുള്ളത്. നമ്മുടെ ചിന്തയാണ് പലപ്പോഴും സമയം തീർന്നു പോയി, സമയം അവസാനിച്ചു എന്നുള്ളത്. പക്ഷെ ദൈവം ഒരിക്കലും അത് കരുതുന്നില്ല. കാരണം ആ ഫുൾനെസ് ഓഫ് ടൈം എപ്പോഴാണെന്നുള്ളത് ദൈവത്തിനറിയാം. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ളതായ കാര്യങ്ങൾ എപ്പോൾ പൂർത്തീകരിക്കപ്പെടുമെന്നുള്ളത് ദൈവത്തിനറിയാം. അബ്രഹാമിനെ പോലെ വാഗ്ദത്തത്തിൽ വിശ്വസ്തനായിരുന്നുകൊണ്ട് ദൈവം നമ്മളോട് സംസാരിച്ച കാര്യങ്ങളിൽ, ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നു തന്ന ആലോചനയ്ക്ക് അനുസൃതമായി നിലനിന്നുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കി നമ്മൾ യാത്ര തുടരുമ്പോൾ ഒരു സമയം കടന്നു വരും. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ സമയമാണ്. അത് കാലസമ്പൂർണതയിൽ മാനവരാശി മുഴുവനും, വിശുദ്ധന്മാർ മുഴുവനും, പ്രവാചകന്മാരും രാജാക്കന്മാരും കാത്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നതായ മിശിഹ, കർത്താവ് പറയുന്നു, കാലസമ്പൂർണതയിൽ, ഫുൾനെസ് ഓഫ് ടൈമിൽ പ്രത്യക്ഷപ്പെട്ടു. ഫുൾനെസ് ഓഫ് ടൈമിൽ അവൻ ഭൂമിയിൽ കടന്നു വന്നു. അത് പ്രവചിച്ച പലരും കണ്ടില്ല, അത് ആഗ്രഹിച്ച പലരും കണ്ടിട്ടില്ല. പക്ഷെ ദൈവത്തിൻ്റെ സമയത്ത് അത് കടന്നു വന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്തെല്ലാം വാഗ്ദത്തങ്ങൾ, ആലോചനകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ, ഫുൾനെസ് ഓഫ് ടൈമിൽ ദൈവം തക്ക സമയത്ത് അത് ദൈവം നിവൃത്തീകരിക്കും. അവൻ അതിന് വിശ്വസ്തനാണ്, അവൻ നീതിമാനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹബക്കൂക്ക് പ്രവചനം പറയുന്നത് പോലെ ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. നമ്മളെക്കുറിച്ചുള്ള ദർശനം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ആ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. 2026 അത് സമാപ്തിയിലേക്ക് എത്തുന്ന വർഷമായി തീരട്ടെ. നാം കാത്തുകൊണ്ടിരിക്കുക. നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്, യെശയ്യാവിൻ്റെ പുസ്തകം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ പുസ്തകം എടുക്കാം. അതിൻ്റെ 40-ാമത്തെ അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. യെശയ്യാവിൻ്റെ പുസ്തകം 40. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൻ്റെ 30-ാമത്തെ വാക്യം. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഓക്കെ, ഇപ്പം ഈ യാത്രയിൽ ജീവിതത്തിലെ പല മേഖലകളിലും ഉന്നതരായിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ മുമ്പോട്ടുള്ള യാത്രയിൽ അവരൊക്കെ തളർന്നു പോകും. അവർ ബാല്യക്കാരാണൊക്കെ തോന്നും, അവർക്ക് ശക്തിയുണ്ട്, ബലമുണ്ടെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അവരൊക്കെ തളർന്നു വീഴും. ബാല്യക്കാർ തളർന്നു വീഴും. അനേക ബാല്യക്കാർ തളർന്നു വീണിട്ടുണ്ട്. യൗവനക്കാർ ഇടറി വീഴും. അങ്ങനെ ലോകത്ത് പല യൗവനക്കാർ ഇടറി വീഴുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ ദൈവവചനം പറയുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഈ ലോകത്ത് ബലമുണ്ട്, ധൈര്യമുണ്ട്, ശക്തിയുണ്ട്, പ്രതാപമുണ്ടെന്ന് പറയുന്ന പലരും ഇടറി വീഴും. പല രാജാക്കന്മാർ ഇടറി വീഴും. പല ഗവൺമെൻറ്റും തളർന്നു പോകും. ഭരണത്തിൻ്റെ ഉയർന്ന തലങ്ങളിലോ, സമൂഹത്തിൻ്റെ ഉന്നത തലങ്ങളിലോ, പ്രശസ്തിയുടെ കൊടുമുടിയിലോ, ധനത്തിൻ്റെ മഹാത്മ്യത്തിലോ ഒക്കെ വിരാജിച്ചു കൊണ്ടിരുന്നവരെ തളർന്നും തകർന്നും ക്ഷീണിച്ചും ഇല്ലാതെയായി പോകും. പക്ഷെ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അവർ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും.
എബ്രഹാമിൻ്റെ ജീവിതത്തിൽ എബ്രഹാം പലപ്പോഴും ക്ഷീണിച്ചുകൊണ്ടിരുന്നപ്പോൾ എബ്രഹാമിനോട് ദൈവം ഇടപെട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന അവൻ്റെ ക്ഷീണം മാറ്റി ദൈവവചനത്താൽ അവൻ പുഷ്ടിപ്പെട്ട് ശക്തിയോടെ അവൻ ജീവിച്ചു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ യഹോവയെ കാത്തിരിക്കുന്നവരെല്ലാവരും ശക്തിയെ പുതുക്കുമെന്ന് ദൈവവചനം നമ്മളോട് പറയുന്നു. പ്രിയമുള്ളവരെ, ഈ വർഷവും ഈ സമയവും നമ്മൾ യഹോവയെ കാത്തിരിക്കുന്നവരാവണം. യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാവണം. യഹോവയുടെ വചനം നിവർത്തിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നവരാവണം. നാം നമ്മെ തന്നെ നോക്കിക്കൊണ്ട് കർത്താവായ യേശുവിനെ നോക്കിക്കൊണ്ട് ഓടുന്നവരായിത്തീരണം. യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ. യഹോവയ്ക്ക് വേണ്ടി പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം മുതൽ നമ്മൾ വായിക്കുന്നൊരു സംഭവമുണ്ട്. വിശ്വാസത്തിൻ്റെ നായകന് പൂർത്തി വരുത്തുന്നതിനായി ക്രിസ്തുവിനെ നോക്കുക. അപ്പോൾ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നമ്മൾ ഈ ഓട്ടം പൂർത്തീകരിക്കുക. യഹോവയെ കാത്തിരിക്കുക, ക്രിസ്തുവിനെ നോക്കുക. നമ്മുടെ ഭാരങ്ങളും മുറുകെ പറ്റുന്ന പാപങ്ങളെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ നോക്കിയാണ് നാം ഓടേണ്ടത്. അങ്ങനെ യഹോവയെ കാത്തിരിക്കുന്നവർ അവരുടെ മേൽ ദൈവത്തിൻ്റെ ശക്തിയെ പുതുക്കും. ഇവിടെ പറയുകയാണ്, അവർ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവരിങ്ങനെ ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയില്ല. എപ്പോഴാണ് ക്ഷീണിച്ച് ഇരുന്ന് തളർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നത്? നമ്മുടെ വിശ്വാസത്തിന് ക്ഷീണം സംഭവിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. എന്നാൽ കർത്താവിനെ നോക്കി ഓടുക, യേശുവിനെ നോക്കി ഓടുക. ക്ഷീണിച്ച് മടുക്കാതിരിക്കുവാൻ യേശുവിനെ നോക്കി ഓടുക. തളർന്ന് പോകാതിരിക്കുവാൻ യേശുവിനെ നോക്കി ഓടുക. നമ്മുടെ ഓട്ടത്തെ പുറകോട്ടടിക്കുന്ന നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും വലിച്ചെറിഞ്ഞുകൊണ്ട് നമ്മളെ പുറകോട്ടടിക്കുന്ന മുറുകെ പറ്റുന്ന പാപങ്ങളെ എടുത്ത് മാറ്റിക്കൊണ്ട് യേശുവിനെ നോക്കി ഓടുക. അപ്പോൾ നമുക്ക് ശക്തി പുതുക്കുവാനായിട്ട് സാധിക്കും. ശക്തി പുതുക്കുന്നത് മാത്രമല്ല ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നത് എങ്ങനെയാണ്? അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വിഷമം ഉള്ളിൽ വിചാരിച്ചുകൊണ്ട് വാഗ്ദത്തം നിവർത്തീകരിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പ്രയാസപ്പെട്ടുകൊണ്ട് നടക്കുമ്പോൾ ബലം കിട്ടി, പക്ഷെ ഉള്ളിൽ ഒരു സംഭവമുണ്ട്, ഇത് നടന്നിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഇവിടെ പറയുകയാണ്, ബലത്തോടു കൂടി നടക്കും. കാരണം ബലം പിന്നെയും പ്രാപിക്കും. ദൈവം അത് നടത്തി തരുമെന്നുള്ള വിശ്വാസവും ശക്തിയും പരിശുദ്ധാത്മാവും ഉള്ളിൽ നിറച്ച് തരുമ്പോൾ വിശ്വാസ കണ്ണുകളാൽ അത് കണ്ടുകൊണ്ട് മുമ്പോട്ട് നടന്ന് നമ്മൾ പോകും. പക്ഷെ അതുകൊണ്ട് മാത്രം തീർന്നില്ല. അവർ ചിറകടിച്ചുയരുമെന്ന് വേറെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ചിറകടിച്ചുയരുന്നത് വിശ്വാസത്തിന്റെ ആ യാത്ര മുമ്പോട്ട് കടന്നു പോകുമ്പോൾ ദൈവം എന്തെല്ലാം വാഗ്ദത്തം വെച്ചിട്ടുണ്ടോ അതെല്ലാം നിവൃത്തീകരിക്കുമ്പോൾ, ഹല്ലേലൂയ, പിന്നെ ചിറകടിച്ചുയരുന്ന സമയമാണ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുള്ളതായ സംഗതികളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പിന്നെ ആർക്കും തടയുവാൻ കഴിയാത്ത രീതിയിലേക്കുള്ള ഒരു വലിയ ഉയർച്ചയിലേക്ക്, ചിറകടിച്ചു വരുന്ന ഒരു ഉയർച്ചയിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു ദൈവമുണ്ട്. എബ്രഹാമിന് സന്തതി ഉണ്ടായി, സന്തതികൾക്കും തുടർന്നും സന്തതി പരമ്പര ഉണ്ടായപ്പോൾ ഹല്ലേലൂയ അവൻ ചിറകടിച്ചുയരുന്നവനായി തീർന്നു. ദാവീദിന്റെ ജീവിതത്തിൽ വിശ്വാസത്തോടുകൂടി പലതും മുമ്പോട്ട് കടന്നുപോയി തകർച്ചയും ഉണ്ടായപ്പോഴും പ്രൈസ് ദി ലോർഡ് അവന്റെ മേലെ ദൈവത്തിന്റെ വാഗ്ദത്തം വന്ന് വീണ് അത് നിവർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ആർക്കും തടുക്കുവാൻ കഴിയാത്ത ഒരു വലിയ കഴുകനായി അവൻ ചിറകടിച്ചു വരികയാണ് ഉണ്ടായത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതത്തിൽ, എന്നെ കേൾക്കുന്നവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സമയം വരെയും ബലത്തോടെ, ശക്തിയോടെ, ധൈര്യത്തോടുകൂടി, പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി യേശുവിനെ നോക്കി ഓടുവാൻ തയ്യാറാവുമെങ്കിൽ ഹല്ലേലൂയ ഒരു സമയം വരും. ആ സമയത്ത് കഴുകനെ പോലെ ചിറകടിച്ചു വരുന്നവരായി നിങ്ങൾ തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അതാണ് പറയുന്നത്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ ശക്തി പുതുക്കി അവർ പോകും. ഒരു സമയമെത്തും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ദൈവം അവരെക്കുറിച്ച് കാത്തിരിക്കുന്നത്. അതാണ് ദൈവം അവരെക്കുറിച്ച് കാത്തുവെച്ചിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായും അത് സംഭവിക്കുക. അവർ തളർന്നു പോവുകയില്ല. അവർ ക്ഷീണം സംഭവിക്കുകയില്ല. അവർക്ക് തളർച്ച വരികയില്ല. അവർക്ക് ക്ഷീണം സംഭവിക്കുകയില്ല. അവർ ഇടറിപ്പോവുകയില്ല. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ നോക്കേണ്ടത് കർത്താവിനെയാണ്. യേശുവിനെ നോക്കി ഓടുമ്പോൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട, നമുക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ജീവനെ നൽകിയ കർത്താവിനെ നോക്കി ഓടുമ്പോൾ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ബലം വർദ്ധിക്കും. നമ്മുടെ ഉള്ളിൽ ശക്തി പകരും. കർത്താവ് നമ്മളോട് കൂടെ ഉള്ളതിനാൽ ഹല്ലേലൂയ നമുക്ക് ഭയപ്പെടേണ്ടതായ കാര്യമില്ല. യെശയ്യാവിൻ്റെ പുസ്തകം തന്നെ അതിൻ്റെ 43-ാമത്തെ അധ്യായം
യെശയ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 43-ാമത്തെ അധ്യായം, അതിൻ്റെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ 2-ാമത്തെ വാക്യം മുതൽ വാക്യം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ 1 മുതൽ നമുക്കതൊന്ന് വായിക്കാം. ഇപ്പോൾ യാക്കോബെ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി നടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. അതിന് കാരണം അവിടെ പറയുന്നുണ്ട്, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല, നിൻ്റെ ദൈവവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിൻ്റെ രക്ഷകൻ. അപ്പോൾ കർത്താവ് നമ്മളെ പറഞ്ഞ് ഉറപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് തീയിലൂടെ കടന്നു പോയാലും വെള്ളത്തിലൂടെ കടന്നു പോയാലും ആ നദി നമ്മുടെ മേൽ കവിഞ്ഞൊഴുകയില്ല, ആ തീ നമ്മളെ ദഹിപ്പിക്കുകയില്ല. കാരണം യഹോവ നമ്മുടെ പരിപാലകനാണ്. ഒരു സമയം വരും ഈ തീയ്ക്കും ഈ വെള്ളത്തിനും നമ്മുടെ അടുത്ത് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള സമയം. 2026 ഈ തീ നമ്മളെ കണ്ട് ഓടുന്ന സംഭവങ്ങൾ കടന്നു വരും. 2026 മുക്കാൻ വരുന്ന വെള്ളങ്ങൾ അലറി വിളിച്ച് ഓടുന്ന അനുഭവങ്ങളുണ്ടാകും. ആ അനുഭവങ്ങളിലേക്ക് ദൈവം പ്രവേശിക്കട്ടെ. കാരണം കർത്താവ് പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ദൈവം പറഞ്ഞതാണ് വാക്കുകൾ. ഹല്ലേലൂയ. കർത്താവായ യേശു നമ്മളോട് പറഞ്ഞത്, പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, അവ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ 2026 നമുക്കൊരു ദോഷവും വരുത്താതെ അതിൻ്റെ മേലുള്ള സകല അധികാരവും പ്രാപിച്ചുകൊണ്ട്, ഒരു തീയും നമ്മളെ ദഹിപ്പിക്കാതെ, ഒരു വെള്ളവും നമ്മളെ മൂടിക്കളയാതെ ദൈവം നമ്മളോട് കൂടെയുണ്ട്. ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുന്നു. ദൈവം തന്നിരിക്കുന്നതായ വാഗ്ദത്തങ്ങൾ ദൈവം പൂർത്തീകരിക്കും. യേശുവിനെ നോക്കി ഓടുക. മുറുകെ പറ്റുന്ന പാപങ്ങളെ ഉപേക്ഷിച്ച് കളയുക. നമ്മുടെ ഭാരങ്ങളെ തള്ളി മാറ്റുക. ക്രിസ്തു എന്ന ലാക്കിലേക്ക് ഓടുവാൻ ശ്രദ്ധിക്കുക. വാഗ്ദത്തങ്ങൾ ദൈവം പൂർത്തീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ദൈവവചനമാണ്. ദൈവം തൻ്റെ മക്കൾക്കായി വെച്ചിട്ടുള്ളതാണ്. സ്ത്രീയുടെ സന്തതിയായി ഹല്ലേലൂയ ദൈവവചനം ഭൂമിയിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്നതുപോലെ, അത് ഇറങ്ങി വന്നതിന് ഒരു സമയം ദൈവം നിശ്ചയിച്ചതുപോലെ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതായ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. അത് താമസിക്കുകയില്ല, നിശ്ചയം. അത് വരും, നിശ്ചയം. ആ ദൈവത്തിൻ്റെ ദർശനം അത് പൂർത്തീകരിക്കുവാനായിട്ട് അത് ബന്ധപ്പെട്ട് നമ്മളുടെ ഇടയിലേക്ക് ഓടി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. 2026 അത് നടക്കട്ടെ. ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ. ദൈവം വാഗ്ദത്തം ചെയ്ത എല്ലാ നന്മകളും യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരട്ടെ. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.